ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി ഈവനിങ് ബ്ലോഗ് ആട്ടോ. ഇന്ന് എടപ്പള്ളിപ്പള്ളി പെരുന്നാളാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യങ്ങളും പെരുന്നാളിന് പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം പെരുന്നാളിന് പോകാൻ വേണ്ടി അങ്ങനെ റെഡിയായി. ഒരു വൈകിട്ട് 5:30-6 മണി ആ ടൈം ആയപ്പോഴാട്ടോ ഇറങ്ങാമെന്ന് കരുതിയത്. കാരണം അപ്പോൾ നമുക്ക് പ്രദക്ഷിണം കൂടി കൂടാമല്ലോ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് ഇറങ്ങിയ സമയത്ത് നല്ല കാർമേഘം ഉണ്ടായിരുന്നു. കാറ്റിന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ പെയ്യുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം റെയിൻകോട്ടൊന്നും എടുക്കാതെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും കിട്ടിയില്ല. പക്ഷേ അതിനും വേണ്ടി ഉണ്ടായിരുന്നു നമുക്ക് ചങ്ങമ്പുഴ പാർക്ക് തൊട്ട് എടപ്പള്ളി വരെ നല്ല ബ്ലോക്ക് കിട്ടി കേട്ടോ. നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ബൈക്ക് ആയതുകൊണ്ട് അത്രയ്ക്ക് സീൻ ഉണ്ടായിരുന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ല ടൈം എടുത്തു. പിന്നെ ഈ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവിടെ ചെന്നപ്പോഴേക്കിനും പള്ളിയിൽ ചെന്നപ്പം പള്ളിയിലാണെങ്കിൽ പാർക്കിംഗ് ഫുള്ള്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം പള്ളിയിലേക്ക് കുറച്ച് നടന്നാട്ടോ പോയത്. അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിൽ കുരിശുപള്ളിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പള്ളി എല്ലാ പ്രാവശ്യം പോലെ നല്ല സൂപ്പറായിട്ട് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പള്ളി. ഒരു ചെറിയ വേളാങ്കണ്ണി പള്ളി ചെന്ന ആ ഒരു വൈബായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തവണ ഒരുപാട് പേരുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ബ്ലോക്കൊക്കെ താണ്ടി ഇവിടെ എത്തിയപ്പോഴേക്കും പ്രദക്ഷിണം എടുത്തിട്ടുണ്ടായിരുന്നു. പ്രദക്ഷിണം കൂടാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ആൾക്കാർ വളരെ കുറവായിരുന്നു. എല്ലാവരും തന്നെ പ്രദക്ഷിണത്തിന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ എന്തോ പ്രദക്ഷിണം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സങ്കടമുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യം ചെന്ന് കുരിശുപള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. കുരിശുപള്ളിയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം പള്ളിയിലേക്ക് കയറാത്തവരും കുരിശുപള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് തിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം പള്ളിയിലേക്ക് കയറി. പള്ളിയിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പ്രദക്ഷിണം പോയതുകൊണ്ട് തന്നെ. പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ 2 സൈഡിലും ഒരുപാട് സ്റ്റാളുകളുണ്ടായിരുന്നു. ഫുഡ് അല്ലാതെ മറ്റേ കളിപ്പാട്ട് അങ്ങനെ. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിലെ വലിയച്ഛൻ്റെ ഒരു രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് പ്രാർത്ഥിച്ചു. നേർച്ചയായിട്ടുള്ള ബണ്ണൊക്കെ കിട്ടി. അങ്ങനെ ബണ്ണൊക്കെ കഴിച്ചു. അതിനുശേഷം അടിമ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ചെറിയ പള്ളിയിൽ കയറി. പള്ളിയിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും വലിയ ചെറിയൊരു ക്യൂ ആയിരുന്നു. അവിടെ ഇങ്ങനെ ക്യൂ നിന്ന് പ്രാർത്ഥിച്ചു. കഴുന്നൊക്കെ എടുത്ത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു പള്ളിയിൽ. പക്ഷേ എന്നിട്ടും പ്രദക്ഷിണം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ സ്റ്റാളിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റാളിലും നല്ല തിരക്കായിരുന്നു. പിന്നെ അങ്ങനെ സ്റ്റാളിലൊന്നും കയറാൻ വേണ്ടി നിൽക്കുന്നില്ല. ഒന്നും വാങ്ങിക്കാനോ കഴിക്കാനോ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ തിരിച്ചു പോന്നു. പോരുന്ന വഴി വലിയച്ഛൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു. വഴിയിൽ വെച്ച് പാതി പ്രദക്ഷിണം കാണാൻ പറ്റി. അങ്ങനെ പ്രദക്ഷിണത്തിൽ ഇത്തവണ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു പ്രദക്ഷിണം. അങ്ങനെ പ്രദക്ഷിണത്തിൽ വെച്ച് വലിയച്ഛനെ കാണാൻ പറ്റി. അങ്ങനെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചു. ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം പ്രദക്ഷിണം കൂടാനാണ് ഇറങ്ങിയെങ്കിലും പ്രദക്ഷിണത്തിന് കൂടാനും പറ്റിയില്ല, വലിയച്ഛനെ കാണാനും പറ്റിയില്ല. അങ്ങനെ വലിയച്ഛനെ കണ്ടു, ഫോട്ടോ എടുത്തു, പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊന്നും കഴിക്കാതുകൊണ്ട് ഞങ്ങൾ നേരെ ക്യൂൻസ് വേ വന്നു. മൊമ്മോസ് ഷോപ്പിൽ നിന്ന് ഒരു ചിക്കൻ ഷെഷ്വാൻ മൊമ്മോസ് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് നേരം ക്യൂൻസ് വേയിൽ ഇരുന്നു, വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിന് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.